അങ്ങോട്ട് നോക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്ക് എഴുതി വെച്ചാണ് ഞാനത് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ്? അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ആണോ? ഈ സമയത്ത് CMDRF വെബ്സൈറ്റിൽ കയറി CMDRFന്റെ ഒരു കുറ്റം കണ്ടെത്തുക എന്ന് നോക്കി തിരയുന്ന ആർക്കും തോന്നുന്ന സംശയമാണ് ഈ KSFക്ക് കൊടുത്ത എത്രയാണ് 81.47 കോടി. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. അതുകൊണ്ട് സംശയം തോന്നുന്നു എന്താണ് KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പണം. ആ സമയത്ത് അഖിൽമാരാർക്ക് അറിയില്ല, ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ല. അപ്പൊ അറിയാത്ത അഖിൽമാരാർക്ക് വേണമെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ വിദ്യാശ്രീ പദ്ധതി എന്താണെന്നും വിദ്യാഗ്രഹണം പദ്ധതി എന്താണെന്നും ഈ ലാപ്ടോപ്പുകൾ വാങ്ങിയ എങ്ങനെയാണെന്നും സർക്കാർ തിരിച്ചു വാങ്ങിയ എങ്ങനെയാണെന്നും ആളുകൾ കൊടുത്ത എങ്ങനെയാണെന്നും ഒരൊറ്റ ഫോൺ കോളിൽ അറിയാവുന്നതേ ഉള്ളൂ. ആ ഫോൺ കോൾ അറിയാതെ ഊഹാപോഹം പറഞ്ഞത് ശരിയാണോ? എങ്കിൽ അതും ദുരന്തമുഖത്ത്. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോഴും ദുരന്തമുഖം എന്ന് പറയുന്നത് തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഒരു പരിപാടി ദുരന്തമുഖം എന്നല്ല. എവിടെ കാണിച്ചാലും ജനങ്ങൾ ചോദിക്കണം. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ ഇന്ന് പറഞ്ഞാൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. അന്ന് ദുരന്തമുഖത്ത് മനുഷ്യൻ മൊത്തം അന്താളിച്ച് ഇതെന്താ ദൈവമേ എന്ന് ആലോചിച്ച് മേപ്പോട്ട് നോക്കുന്ന സമയത്താണ് എവിടെയോ കിടക്കുന്ന ഒരു അഖിൽമാരാർ കേരളത്തിൽ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ ഇവിടെ കിടക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിലെ പിള്ളേർ 10 സപ്പോർട്ട് ചെയ്ത് തള്ളിക്കളഞ്ഞിട്ട് ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് വാരികോരി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അഖിൽമാരെ കണക്കുള്ളവനെയൊക്കെ തള്ളി പറയണം. എന്നിട്ട് പറയണം ഞങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പം. ഇല്ലാതെ പോയി. CMDRF എന്ന് പറയുന്നത് ഇത് പിണറായിയുടെ പണമല്ല, ഇത് ഉമ്മൻചാണ്ടിയുടെ പണമല്ല, നമുക്കറിയാം. കേരളത്തിന്റെ പണമാണ്. പുള്ളിക്കറിയത്തില്ലേ? അഖിൽമാരാർക്ക് ഈ സമയത്ത് നോക്കുമ്പോൾ വെബ്സൈറ്റിൽ കാണുന്ന ഒരൊറ്റ എൻട്രി മാത്രമേ അറിയൂ. അതേ അവരിട്ടുള്ളൂ. അപ്പൊ അത് കള്ളന്മാരുടെ ലക്ഷണം. അത് ആകെപ്പാടെ ഒരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്നലകളിൽ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് KSF ലാപ്ടോപ്പ്. ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. KSF ലാപ്ടോപ്പ് 81.43 കോടി. ഞാനെന്താ കണിയാനാണോ ജഡ്ജ് ചെയ്തെടുക്കാൻ? കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം. കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത്. SC/ST പാവപ്പെട്ട SC/ST വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. കള്ളത്തരം. SC/ST ഒരൊറ്റ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഇന്ന് നിരുപാധിക മാപ്പ് പറഞ്ഞ് 3 വീഡിയോയ്ക്കുള്ള പൈസ ഈ നിമിഷം മുഖ്യമന്ത്രി കൊടുക്കും. കൊടുത്തിട്ടില്ല. സ്കൂളിനാ കൊടുത്തത്. വിദ്യാശ്രീ പദ്ധതി എന്ന് പറയുന്ന കുടുംബശ്രീയുമായി ചേർന്നൊരു പദ്ധതി. ആ പദ്ധതിക്ക് വേണ്ടി KSF ലാപ്ടോപ്പുകൾ സമാഹരിക്കുന്നു. അതിന് കഴിഞ്ഞ് വിദ്യാഗ്രഹണ പദ്ധതി ഉണ്ടാകുന്നു. KSFയുടെ വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് ബാക്കിയുള്ള ഈ ലാപ്ടോപ്പുകൾ വിദ്യാഗ്രഹണ പദ്ധതിയിൽ കൂടി സർക്കാർ KSF എത്ര രൂപ ചെലവ് മുടക്കിയോ ആ പണം നൽകി വാങ്ങുന്നു. അങ്ങനെ അതാണോ മര്യാദ? ആ പണം എന്താ മര്യാദ അല്ലാത്ത? ഗവൺമെന്റിന്റെ പണം KSFയെ കൊണ്ട് മേടിക്കുമ്പോൾ ടെൻഡർ എന്ന് പറയുന്ന ഒരു സാധനം വേണോ? പറഞ്ഞേ താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. KSF സർക്കാർ സ്ഥാപനമാണെന്ന് അറിയാവോ? KSF സർക്കാരിന്റെ സ്ഥാപനമാണ്. KSF ലാപ്ടോപ്പ് കച്ചവടം കുട്ടികളുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടാണോ പ്രവർത്തനം തുടങ്ങിയത്? ലോൺ കൊടുക്കണം. ലാപ്ടോപ്പ് കച്ചവടം KSF സർക്കാർ സ്ഥാപനമാണോ? അത് സർക്കാർ സ്ഥാപനമാണെന്ന് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ റവന്യൂ വകുപ്പിന് കേൾക്കൂ സർ, ഇവിടെ ടെൻഡർ ഉണ്ടായി. IT വകുപ്പിന്റെ ടെൻഡർ KSF വിളിച്ചു. കൈറ്റ് ഏജൻസി ടെൻഡർ ഉണ്ടായി ഇവിടെ. എന്നിട്ട് ഉണ്ട്. എത്ര രൂപയ്ക്ക് കൂട്ടി ചെയ്തു? 15 രൂപയുടെ RTA കൊടുത്താ ഇപ്പൊ എല്ലാ രേഖയും കിട്ടും. കിട്ടും. വെല്ലുവിളിക്കാൻ ആശ്മി. ഞാൻ വെല്ലുവിളിക്കുന്നു. ദുരിതാശ്വാസം നില കണക്ക് പോലും 2019 വരെയുള്ള ഓഡിറ്റ് പൂർത്തിയായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി തന്നെ വന്നിരുന്നു പറഞ്ഞു. പിന്നെ ഇവിടെ നന്നായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബോധമുള്ള ഒരു ജനതയ്ക്ക് മനസ്സിലാവും. 55,000 ലാപ്ടോപ്പിന് വിപണിയിലുള്ള വിലയെക്കാട്ടിയും ഒരു ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം, എന്തുകൊണ്ട് ബില്ല് ഈ റേറ്റിൽ വരുന്നു, എത്ര രൂപ മോട്ട്. ഞാൻ പറയാം. ആഷ്മി പറ, ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? ഞാൻ പറയാം. അഖിൽമാരല്ല, ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? അഖിൽമാരാർ ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? ലാപ്ടോപ്പ് എവിടെ കൊടുത്തത്? കൊടുത്തു. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു. ഞാൻ പറയണം. സ്കൂൾ തുറക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകുമോ? ഞാൻ പറയുന്നു. ആ കാര്യം ഞാൻ പറയണം. അഖിൽമാരാർ ഗൂഗിളിൽ കയറി കോവിഡിന് ശേഷം സ്കൂൾ ഓപ്പൺ ചെയ്തതെന്ന് സെർച്ച് ചെയ്ത എല്ലാ വിഷയം കിട്ടില്ല. വേണ്ട.
കോവിഡ് ഞാനിവിടെ ജീവിച്ചിരുന്ന മനുഷ്യനാ. സ്കൂളുകൾ ഭാഗികമായി എന്റെ മോള് സ്കൂളിൽ പഠിക്കുക. കേൾക്കൂ, സ്കൂളുകൾ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ഒറ്റയടിക്ക് തുറന്ന് എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയായിരുന്നില്ല. അല്ല, അതും അറിയാം. സ്കൂളുകൾ ഭാഗികമായി തുറന്നു. 6 മാസത്തോളം സ്കൂളിലും ഓൺലൈൻ ക്ലാസ്സുമായി കാര്യങ്ങൾ പോയി. അപ്പോഴും നമ്മൾ കോവിഡ് ഇമ്പാക്ട് മേഖലയിൽ തന്നെയാണ്. അഖിൽ മാരാർ ഈ പറയുന്ന കാലം ഈ കാലയളവാണ്. വ്യത്യാസമുണ്ട്. കള്ളം പറയരുത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇരുത്തി പഠിപ്പിച്ച കണക്കല്ല 10ാം ക്ലാസ്സും +1 +2 പഠിപ്പിച്ചത്. അവിടെ ഇത്തരത്തിലുള്ള അകൽച്ചയൊന്നും കൊടുത്തിട്ടില്ല. അവിടെ 50%-ലധികം കുട്ടികളെ ഇരുത്തി തന്നെ പഠിപ്പിച്ചത്. ബാലേന്ദ്രനെ ഒതുക്കാമെന്നാ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. പറയുന്നതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ ഫാക്ടിലേക്ക് നമുക്ക് വരാം. എന്റെ ആവശ്യം എന്റെ നാടിന്റെ ജനതയുടെ നന്മയാണെന്നുണ്ടെങ്കിൽ, എന്റെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്, അവർക്ക് ലാപ്ടോപ്പ് കിട്ടണം എന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ, ഈ 45,263 ലാപ്ടോപ്പ് മേടിക്കാനുള്ള പൈസ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരിട്ട് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു? 100% ഞാൻ യോജിക്കുന്നു. 5 ലക്ഷം ലാപ്ടോപ്പ് ഒരുമിച്ച് മേടിച്ച് അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഞാൻ വാങ്ങും. എനിക്ക് ഈ വിപണി ലാപ്ടോപ്പ് ഉണ്ട്. അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ ആ ഉത്തരവിൽ ഉണ്ടെങ്കിലേ. രണ്ടാമത് ഞാൻ പറഞ്ഞു തരാം. ഇത് രണ്ടാമത് എനിക്കറിയാം, ഉത്തരവുണ്ട്. ഇത് രണ്ടാമത് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാ. ആദ്യം ലാപ്ടോപ്പ് പറഞ്ഞു തരാം. ഇത് ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. ഇവര് ചെയ്ത ഫസ്റ്റ് പണി, ഇവരുടെ ആദ്യത്തെ കള്ളത്തരം, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് പൈസ കൊടുത്താൽ ഈ അഴിമതിയിലെ കാശടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലാപ്ടോപ്പിന് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കോവിഡ് സമയത്ത് ബൾക്ക് മാനുഫാക്ചറിങ് നടക്കാത്തതുകൊണ്ട് ബൾക്കായിട്ട് സാധനം വന്നില്ല. പതിയെ അവരൊരു തീരുമാനം എടുത്തു. എന്തായാലും ഇതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചു പോയി. 2021 ഓഗസ്റ്റ് മാസത്തിൽ ഈ പൈസ, അതായത് നിങ്ങൾക്ക് 20,000 25,000 തരാം, മാസം നിങ്ങൾ തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് KSFBയുടെ ആവശ്യമൊന്നും. ഈ പറയുന്നതിൽ ഒറ്റ കാര്യം അഖിൽമാർക്ക് അറിഞ്ഞൂടാ. ഒരു രേഖയും അഖിൽമാർക്ക് ഇല്ല. അസംഷൻസ് ആണ് അല്ലേ? ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ആൾക്കാർ മണ്ടനാണെന്ന് ഹാഷ്മി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. വർഷങ്ങൾക്ക് ഇത്രയും ഒപ്പമുള്ളവനെ ഏത് രീതിയിലും പണിഞ്ഞ് എതിർ പാർട്ടിക്കാരനെയും പണിഞ്ഞ് തലപ്പത്തെത്തിയ ആൾക്കാർ മണ്ടനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. അവർക്കറിയാം എങ്ങനെ കള്ളം കാണിക്കണമെന്ന്. ആ കള്ളം ഇവർ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ള മനുഷ്യരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് ഇതുപോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിക്കും. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. വിട്ടോടോ.